അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എപ്സ്റ്റീൻ ഫയൽസിന്റെ പുതിയൊരു ബാച്ച് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൽ കാണുന്ന ഒരു കൃത്യമായ രേഖ രാജ്യത്തെ മൊത്തം നാണം കെടുത്തുന്നതാണ്. എന്നാൽ മന്ദഭക്തർക്ക് ഇത് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നുള്ളതാണ് അതിലും രസകരമായ കാര്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പേരാണ് ഈ രേഖയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതും വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇതിൽ മോദിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം മോദി എന്ന വിവേകശൂന്യന്റെ കീഴിൽ എത്ര താഴേക്കാണ് നിലം പതിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. അതിലും നാണംകെട്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇതിലുള്ള മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രതികരണമാണ്. ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോദി എന്ന് പറയുന്ന വ്യക്തി എത്ര തരംതാണ ആളാണ്, ഏതൊക്കെ നിലയിലാണ് വിദേശികളുടെ മുന്നിൽ കുമ്പിടുന്നത് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്നതാണ് ജനുവരി 30 വെള്ളിയാഴ്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട 3 മില്യൺ ഫയൽസിലുള്ള ഒരു രേഖ കാണിക്കുന്നത്. അത് കാണുന്നതിന് മുൻപ് മോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞ ഒരു കാര്യം കേൾക്കാം. भीड़ से कहना, नरेंद्र मोदी जी ये सीट हम आपको जिता देंगे, जरा स्टेज पे डांस कर लो, और नरेंद्र मोदी डांस कर लेंगे. या फिर कहना उनसे, नरेंद्र मोदी जी हम आपको चुनाव जितवा देंगे, आप 2-3 योगा के आसन कर दो स्टेज पे, योगा के आसन कर देंगे, और चुनाव के एकदम बाद नाच गाना अदानी अंबानी जी कराएंगे. അദ്ദേഹം പറഞ്ഞത് ജനക്കൂട്ടം മോദിയോട് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാൽ വോട്ടിനു വേണ്ടി അവരുടെ മുൻപിൽ ഡാൻസ് കളിക്കാൻ മോദി മടിക്കുകയില്ല. അതിനുവേണ്ടി ഏതാനും യോഗാസനങ്ങൾ സ്റ്റേജിൽ നിന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നത് അദാനിയും അംബാനിയുമാണ് എന്ന്. രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പ്രവചിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ള മോദിയുടെ പേരുള്ള ഈ രേഖ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ വെബ്സൈറ്റിലുള്ള മോദിയുടെ പേരുള്ള രേഖയാണ് ഇത്. എപ്സ്റ്റീൻ ജൂലൈ 6, 2017 വൈകിട്ട് 3:32 PM ജാബർ വൈ എന്ന് പറയുന്ന ആൾക്ക് എഴുതിയ ഇമെയിലാണ് ഇത്. അതിൽ ആ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി എന്റെ ഉപദേശം സ്വീകരിച്ച് ഇസ്രയേലിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിന് നേട്ടം ഉണ്ടാവുന്നതിനു വേണ്ടി അവർ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൂടിക്കണ്ടിരുന്നു. അത് വർക്കായി. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു. ട്രംപിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി എപ്സ്റ്റീൻ ഉപദേശിച്ചതിന് പ്രകാരം മോദി ഇസ്രയേലിൽ ചെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്തു എന്ന്. അതായത് എപ്സ്റ്റീൻ മോദിയോട് പറഞ്ഞു, ട്രംപിനെ സന്തോഷിപ്പിക്കാൻ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യണമെന്ന്. മോദി അത് അതേപടി അനുസരിച്ചു പ്രവർത്തിച്ചു. ഇതാണ് 56 ഇഞ്ച് നെഞ്ചളവുള്ള നാണം കെട്ട മോദിയുടെ യഥാർത്ഥ രൂപം. മോദി പറഞ്ഞു അത്രേ, വാഷിംഗ്ടണിൽ ആരും തന്നോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. അമേരിക്കയിലെ ഭരണത്തിലുള്ള ആരും മോദിയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴാണ് മോദിക്ക് ഉപദേശം കൊടുത്തത്, ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ കുമ്പിടണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം. അതുവഴി അമേരിക്കൻ പ്രസിഡന്റിനെ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്ന്. അതേപോലെ തന്നെ മോദി അത് ചെയ്യുകയും അതിൻ്റെ പ്രയോജനം ഉണ്ടാവുകയും ചെയ്തു എന്ന്. രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മോദി തയ്യാറല്ല. എന്നാൽ ട്രംപിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എപ്സ്റ്റീന്റെ ഉപദേശപ്രകാരം ഇസ്രയേലിൽ ചെന്ന് കൂത്താടി ഡാൻസ് കളിച്ചു. ഈ എപ്സ്റ്റീൻ ഫയൽസിൽ മൊത്തം സെർച്ച് ചെയ്തപ്പോൾ മോദിയുടെ പേര് 33 ഇടത്ത് ഉണ്ട് എന്നാണ് കണ്ടത്. ഇത് വ്യക്തമാക്കുന്നതാണ് ഈ സ്ക്രീൻഷോട്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും 2 ഫയലുകളിൽ ഉണ്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തി. മുൻപ് നിങ്ങൾ കണ്ടതായിരിക്കും, കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ട് എന്ന്. ഇത് ലോകത്തിലെ ഏറ്റവും വിഖ്യാതനായ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീന്റെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിൽക്കുന്ന ചിത്രമാണ്. ഐൻസ്റ്റീനിന്റെ കൂടെ നെഹ്റു നിൽക്കുമ്പോൾ മന്ദഭക്തരുടെ നോൺ ബയോളജിക്കൽ ദൈവം നിൽക്കുന്നത്, ഉപദേശം സ്വീകരിക്കുന്നത് ഐൻസ്റ്റീനിൽ നിന്നല്ല, മറിച്ച് എപ്സ്റ്റീനിൽ നിന്നാണ്. എവിടെ നിന്ന് എവിടേക്കാണ് രാജ്യം പോയത് എന്ന് ഓർക്കണം. നെഹ്റുവിനെ കുറിച്ച് വളരെ പുകഴ്ത്തി ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ മോദിയുടെ പേര് ഇതിൽ വന്നതിനെക്കുറിച്ച്, മോദി ഇസ്രായേലിൽ ചെന്ന് എപ്സ്റ്റീൻ പറഞ്ഞതുപോലെ ഡാൻസ് കളിച്ചതിനെക്കുറിച്ച് മോദിയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പ്രതികരണമാണ് ഇത്.
We have seen the reports of email message from the so-called Epstein files that has a reference to the Prime Minister and his visit to Israel. മോദി 2017 ജൂലൈയിൽ ഇസ്രയേൽ സന്ദർശിച്ചു എന്നുള്ള വസ്തുതയൊഴിച്ചാൽ ഈ ഇമെയിലിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കൺവിക്റ്റഡ് ക്രിമിനലിൽ നിന്ന് വരുന്ന വെറും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ്. അത് വളരെയേറെ നിന്ദയോടെ തള്ളിക്കളയേണ്ടതാണ്. ആദ്യം തന്നെ എന്താണ് ഇവർ ദ സോകോൾഡ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്? ഇതൊരു സോകോൾഡ് എപ്സ്റ്റീൻ ഫയൽസ് അല്ല. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസിലുള്ള ആധികാരികമായ രേഖയാണ്. അല്ലാതെ ആരോ എന്തോ പറഞ്ഞതല്ല. സോകോൾഡ് അല്ല. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുമ്പോൾ അതിന് ഒരു ആധികാരികത വേണം. അല്ലാതെ സോകോൾഡ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ് സ്വയം വിഡ്ഢികളാവരുത്. ഇത് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതാണ് ഇത്. We have seen reports from an email message from the so-called Epstein files that has a reference to the Prime Minister and his visit to Israel. Beyond the fact of the Prime Minister's official visit to Israel in July 2017, the rest of the allusions in the email are little more than trashy ruminations by a convicted criminal which deserve to be dismissed with the utmost contempt. അയാളുടെ റിട്ടേൺ പ്രസ്താവനയിൽ ഉള്ളത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോകോൾഡ് എപ്സ്റ്റീൻ ഫയൽസ്. മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ അമേരിക്കയിലെ നേതാക്കൾ ആരും തന്നോട് സംസാരിക്കുന്നില്ല എന്ന് പരിതപിച്ചപ്പോൾ എപ്സ്റ്റീൻ ഉപദേശം കൊടുത്തു. ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ട്രംപിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് ജൂലൈയിൽ ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ മോദി അതേപടി ചെയ്തു. നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് മുളച്ചാലും തണലാണ് എന്ന് പറയുന്നത് ഇതാണ്. അതും അമേരിക്കൻ പ്രസിഡന്റിന് നേട്ടം ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് മോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ആട്ടമാടുകയും പാട്ടുപാടുകയും ചെയ്തത്. ഇനി മറ്റൊരു കാര്യം അറിയാമോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കളുടെ പേരുകൾ ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ടോ? അതിന്റെ ഉത്തരം ഇതാണ്. എപ്സ്റ്റീൻ ഫയൽസ് മൊത്തം ഗ്രോക്ക് സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സെർച്ച് ചെയ്തു. പക്ഷേ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെയും പേരില്ല. സംഘികൾ രാഹുൽ ഗാന്ധിയും എപ്സ്റ്റീനും നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേക്കായി ഉണ്ടാക്കി. അത് ഫേക്ക് ആണെന്ന് ഗ്രോക്ക് തുറന്നു കാട്ടി. എന്നാൽ മോദിയുടെ പെട്രോളിയം മന്ത്രിയുടെയും പേരുകൾ ഇതിനകത്ത് ഉണ്ട് താനും. മോദിയുടെ പേരുള്ള മറ്റ് ചില ഇമെയിലുകളാണ് ഇത്. ഇതിൽ എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് തന്നെ കാണാൻ മോദി വ്യാഴാഴ്ച ഒരാളെ അയക്കുമെന്ന്. 2019 മെയ് 20-നുള്ള ഇമെയിലാണ് ഇത്. അപ്പോൾ 2017 ശേഷവും മോദി ഇയാളുമായി സമ്പർക്കം പുലർത്തി എന്നാണ് അതും വ്യക്തമായി കാണിക്കുന്നത്. അയാൾ ആത്മഹത്യ ചെയ്യുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപുള്ള ഇമെയിലാണ് ഇത് എന്ന് ഓർക്കണം. ഉടനെ തന്നെ സംഘികളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഇതിനെ ന്യായീകരിക്കുവാനായി രംഗത്തെത്തി. എല്ലാവരും എഴുതിയിരിക്കുന്നത് ഒരേ കാര്യമാണ്. അവർക്ക് കൊടുത്തത് അതേപടി അവർ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുന്നു. 2017 ഇസ്രായേലിലേക്കുള്ള ഒഫീഷ്യൽ വിസിറ്റ് പബ്ലിക് റെക്കോർഡാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു കൺവിക്റ്റഡ് ക്രിമിനലിൽ നിന്ന് വരുന്ന അർത്ഥമില്ലാത്ത വാക്കുകളാണ്. അതിനെ ശരിക്കും തള്ളിക്കളയണം. 2017 ജൂണിലാണ് മോദി അമേരിക്കയിൽ ചെല്ലുന്നത്. അപ്പോഴാണ് അമേരിക്കയിലെ ആരും സംസാരിക്കാതെ ഇരുന്നതും അതിന് പരിഹാരമായി ജൂലൈയിൽ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ ഡാൻസ് കളിച്ചാൽ മതിയെന്ന് എപ്സ്റ്റീൻ ഉപദേശം കൊടുക്കുന്നത്. ജൂലൈ 5-ാം തീയതിയാണ് മോദി ഇസ്രയേൽ സന്ദർശനത്തിന് ചെന്നത്. അത് കാണിച്ച് മണ്ടൻ ചിരിയിരിച്ചുകൊണ്ട് മോദി അന്ന് പോസ്റ്റ് ചെയ്തതാണ് ഇത്. അതിന്റെ പിറ്റേ ദിവസമാണ് മോദി ഇങ്ങനെ ചെയ്തത് വർക്കായി എന്ന് എപ്സ്റ്റീൻ ഇമെയിൽ ഇടുന്നത്. ഒന്ന് ഓർക്കണം, രാഹുൽ ഗാന്ധിയുടെ പേര് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു പൂരം എന്ന്. ഇത് വെറും പേരല്ല ഉള്ളത്. എപ്സ്റ്റീനോട് മോദി ഉപദേശം ചോദിച്ചു ട്രംപിനെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന്. അയാൾ പറഞ്ഞു ഇസ്രയേലിൽ ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യണമെന്ന്. അതേപോലെ തന്നെ മോദി ചെയ്തു. അത് വർക്കായി. സോണിയാഗാന്ധിയെ ബാർ ഡാൻസർ എന്ന് വിളിച്ച സംഘികളുടെ മുഖത്ത് കർമ്മം നൽകിയ തിരിച്ചടിയാണ് ഇത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മോദി കൂത്താടി എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത് സംഘികൾക്ക് കാലം കാത്തുവെച്ച കാവ്യനീതി. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ എല്ലാവരും ദുഃഖിക്കണം. ദുഃഖിച്ചാൽ മാത്രം പോരാ, എല്ലാവരും പ്രതികരിക്കണം. യാതൊരു വിവേകവും യാതൊരു സംസ്കാരവും ഇല്ലാത്ത വെറും കോമാളിയായ ഒരാളാണ് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് എന്ന് വ്യക്തമായി കാണിക്കുകയാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ള മോദിയെക്കുറിച്ചുള്ള ഈ രേഖ.
എപ്സ്റ്റീനിന്റെ ഉപദേശമനുസരിച്ച് ട്രംപിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ആട്ടമാടുകയും പാട്ടുപാടുകയും ചെയ്ത മോദിയുടെ ഈ നാണംകെട്ട തരംതാണ പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?